ഹലോ, ഇന്നലത്തെ വീഡിയോയിൽ ഉച്ചഭക്ഷണത്തിൻ്റെ ഒപ്പം ഉണ്ടാക്കിയിട്ടുള്ള മത്തിപ്പീരയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. നാട്ടിൽ നമ്മൾ പീര എന്നാണ് പറയുക, മത്തിപ്പീര വറ്റിക്കുക എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ആദ്യം ചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ മത്തി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ മത്തിയാണെങ്കിൽ അങ്ങനെ തന്നെ ഇടാം, ഇങ്ങനെ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി തന്നെ മാക്സിമം എടുക്കാനായിട്ട് നോക്കുക, ഇല്ലെങ്കിൽ മാത്രം സവാള എടുക്കും. അപ്പം തന്നെ തേങ്ങയും കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടിയും ചേർക്കുക. ചിലർ ചെയ്യുന്നത് എന്താ വെച്ചാൽ തേങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഒതുക്കിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യുക ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒതുക്കുന്നില്ല, പകരം കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഞെരടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി നിങ്ങൾക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ അധികം ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം 2-3 കുടംപുളി ഞാൻ കീറി ഇട്ട് കൊടുക്കുന്നതും കൂടി ഉണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കൈവെള്ളം കൂടെ തളിച്ചിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. ഒരു 10-15 മിനിറ്റിൽ ഇത് വെന്ത് കിട്ടും. നമ്മൾ തളിച്ചു കൊടുത്ത വെള്ളം മാത്രം ഇതിലേക്ക് മതി, വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. മൂടി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കിയെടുത്ത് ഉപയോഗിക്കാം. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. ഇത് വെന്ത് വരുന്ന വീഡിയോ എൻ്റെ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം.